സാൻഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ ഭക്ഷണ രീതികളും UV റേസ്, പൊല്യൂഷൻ ഇതൊക്കെ വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ്. ഈ വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, ഗ്രീൻ ടീ, കാച്ചിൻസ്, കരോട്ടിനോയിഡ്സ് ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ നമ്മുടെ ഈ അസ്താസാന്തിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് 100 ടൈംസ് സ്ട്രോങ്ങർ ദാൻ വിറ്റാമിൻ ഇയും 550 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ഗ്രീൻ ടീ, കാച്ചിൻസ് ആൻഡ് 5000 സ്ട്രോങ്ങർ ദാൻ വിറ്റാമിൻ സി ആണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ആസ്താസാന്തിനെ എവിടുന്ന എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വീഡിഷ് ആർച്ചിപ്പിലാഗോ സീലിലുള്ള ഒരു ഗ്രീൻ ആൽഗിയാണിത്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസ്താസാന്തിൻ്റെ കൂടിയ അളവ് കാരണം ഇത് റെഡായിട്ട് മാറുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ആസ്താസാന്തിൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ് ഇത് റെഡ് കളറായിട്ട് മാറുകയാണ്. ഈ ഗ്രീൻ ആൽഗെ റെഡ് കളറിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സെൽസ്, ഹ്യൂമൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്കിന്നിന് പുറത്തും അകത്തും ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഈ ബിൽബെറി എന്ന് പറയുന്നത് സ്വീഡിഷ് ഫോറസ്റ്റിൽ കാണപ്പെടുന്നതാണ്. അതൊരു വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ ബിൽബെറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 2 ഇൻഗ്രീഡിയൻസും കൂടിയുള്ളതാണ് നമ്മുടെ സ്വീഡിഷ് ബ്യൂട്ടി കോംപ്ലക്സ്. അപ്പോൾ മറ്റ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ UV ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്താൽ മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കുറയ്ക്കാൻ നമ്മൾ സഹായിക്കും. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആൻറ്റി ഏജിങ് ആണ്. പിന്നെ അത് നമുക്ക് റിങ്കിൾസ് തടയും. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് സ്കിന്ന് തൂങ്ങി വരുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ലിവർ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസിനുണ്ടാകുന്ന പീരിയഡ്സ് പെയിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുണങ്ങളുള്ള ടാബ്ലറ്റാണ് നമ്മുടെ സ്വീഡിഷ് ബ്യൂട്ടി കോംപ്ലക്സ്. ഇനി ഇതെങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ടാബ്ലറ്റ്. ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് കഴിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും പ്രഗ്നൻ്റ് ആയ ലേഡീസും ഇത് ഉപയോഗിക്കരുത്.